മനുഷ്യരുണ്ട്. ആ ആളുകൾക്ക് മുഴുവൻ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ കൂടിയ ആളുകൾക്കും ഇവിടെ എന്റെ മുന്നിലിരിക്കുന്ന നിങ്ങൾക്കും സ്വാഗതം ആശംസിക്കുകയാണ് എന്റെ കടമ. ഞാൻ എന്റെ കടമയിലെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ എളിയ ഒരു സംരംഭമാണ്. ഞങ്ങൾക്കറിയാം, റിയാദിൽ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞത് 10-200 പേരാണെങ്കിൽ 1000-ലധികം ആളുകളും അതുപോലെ തന്നെ എവിടെ നോക്കിയാലും PSMOയിലെ പൂർവ്വ വിദ്യാർത്ഥികളെ മാത്രം കാണാൻ കഴിയുന്ന ജിദ്ദ എന്ന പട്ടണം എല്ലാവർക്കും സുപരിചിതമാണ്. ജിദ്ദയുടെ ഭാരവാഹികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അവരോട് മത്സരിക്കാൻ കഴിയുന്നില്ല എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ വിശ്വാസം വെച്ചുകൊണ്ട് തന്നെ പറയുകയാണ്, വരും നാളുകളിൽ ആയിരക്കണക്കിന് പ്രവർത്തകന്മാരുള്ള ജിദ്ദ ചാപ്റ്ററിന്റെ വകയായിക്കൊണ്ട് വലിയ വാഹനങ്ങൾ ഈ ക്യാമ്പസിലേക്ക് എത്തുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതിനുള്ള ഒരു പ്രചോദനം മാത്രമാണ് ഞങ്ങളുടെ എളിയ സമ്മാനമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ വിശിഷ്ടാതിഥിയെ കുറിച്ച് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്തുകൊണ്ടും യോജിച്ച ഒരു വിശിഷ്ടാതിഥി. കാരണം ഞങ്ങളുടെ സംഘടന എന്ന് പറയുമ്പോൾ ജാതിയുടെയും മതക്രമങ്ങളില്ലാത്ത ഒരു സംഘടനയാണ്. ആ സംഘടന ഞങ്ങളുടെ ഈ ഫണ്ടിന്റെ തുടക്കം കുറിച്ചതുപോലും മനോജ് നമ്പ്യാർ എന്ന ഒരു പൂർവ്വ വിദ്യാർത്ഥി റിയാദിലെ ഒരു ബാങ്കിൽ സീനിയർ മാനേജറായി ജോലി ചെയ്യുന്ന മനോജ് നമ്പ്യാർ, അദ്ദേഹമാണ് ഇതിൽ ഉദ്ഘാടനം നിർവഹിച്ചത്. അദ്ദേഹത്തിൽ നിന്ന് തുടങ്ങി ഇന്നിവിടെ വാര്യയിലാണ് ഇത് അവസാനിക്കുന്നത്. വാര്യരെ ഞങ്ങൾ ക്ഷണിക്കാൻ പോയി. അദ്ദേഹം പറഞ്ഞു, MK ഹാജി എന്റെ സുഹൃത്താണ്. MK ഹാജിയുടെ സ്ഥാപനത്തിലേക്ക് വരുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. ഒരുപാട് തിരക്കുകളുള്ള ദിവസമാണ്. ചെറിയ സമയം കൊണ്ട് എന്നെ രക്ഷപ്പെടുത്തി തരണമെന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാം ചൊല്ലുകയാണ്. അദ്ദേഹം ഇത് കഴിഞ്ഞതിന് ശേഷം 2 വാക്ക് ഉദ്ഘാടന പ്രസംഗം നടത്തും, താക്കോൽ കൈമാറും. അത് മാത്രമേ ഇവിടെ പരിപാടിയായി നടക്കുന്നുള്ളൂ. പിന്നീട് നടക്കുന്നത് ആശംസകളാണ്. വളരെയധികം പ്രചോദനമേകിക്കൊണ്ട് സന്തോഷമേകിക്കൊണ്ട് ഈ തിരക്കിനിടയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഡോക്ടർ പത്മശ്രീ വാര്യർക്ക് ഞങ്ങൾ എന്റെ സ്വന്തം പേരിലും റിയാദ് അലുമിനി ചാപ്റ്ററിന്റെ പേരിലും ഒരുപാട് കൃത്യമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായി ഈ കലാലയത്തിന്റെ മാതൃസ്ഥാപനങ്ങളുടെയും ഒക്കെ പ്രസിഡന്റായ ഡോക്ടർ അലിക്കുട്ടി സാഹിബ്. ഞാൻ 4-5 തവണ അദ്ദേഹത്തെ കിട്ടുന്നതിന് വേണ്ടി ബന്ധപ്പെട്ടെങ്കിലും നേരിൽ എനിക്ക് അദ്ദേഹത്തെ കിട്ടിയില്ല. അവസാനം അദ്ദേഹത്തെ ഞാൻ വീട്ടിൽ വിളിച്ച് ഏർപ്പാടാക്കുകയുണ്ടായി. പക്ഷെ അതിനു മുമ്പ് പത്രത്തിൽ ഈ വാർത്ത കണ്ട് അദ്ദേഹം പ്രിൻസിപ്പലിനെ വിളിച്ചു. നമ്മളെ കോളേജിൽ പരിപാടിയുണ്ടത്രേ, ഞാൻ നേരത്തെ അവിടെ എത്തുമെന്ന് പറഞ്ഞു. വാഗ്ദാനം പാലിച്ചുകൊണ്ട് അദ്ദേഹം എന്നത്തെയും പോലെ ആ സമയത്തിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അലിക്കുട്ടി സാഹിബ് അതിഥിയല്ല, ആതിഥേയനാണ്. എന്റെ പേരിലും സംഘടനയുടെ പേരിലും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് കുഞ്ഞഹമ്മദ് ഹാജി സാഹിബ് സ്വാഗതം ആശംസിക്കേണ്ട കാര്യമില്ല. അദ്ദേഹമാണ് രക്ഷിതാവ് എന്നുള്ള നിലക്ക് ഞങ്ങളെ ഇവിടെ വിളിച്ചു വരുത്തേണ്ടത് അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഹൃദ്യമായ സ്വാഗതം സ്വന്തം പേരിലും സംഘടനയുടെ പേരിലും അദ്ദേഹത്തിന് അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ബഹുമാന്യനായ MLA കുട്ടി അഹമ്മദ് കുട്ടി സാഹിബ് ഒരൽപ്പം വൈകിയാണെങ്കിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിനെ ഞങ്ങൾ ക്ഷണിച്ചു. ഞങ്ങൾ ചെറിയ ക്ഷണമാണ് നടത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹവും അതിഥിയല്ല, ആതിഥേയനാണ്, സ്ഥാപനത്തിന്റെ കൈകാര്യകർത്താവാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള കുട്ടി അഹമ്മദ് കുട്ടി സാഹിബിന് ഞങ്ങൾ എന്റെ സ്വന്തം പേരിലും റിയാദ് ചാപ്റ്റർ അലൂമിനി അസോസിയേഷന്റെ പേരിലും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനായ അരിമ്ര മുഹമ്മദ് മാസ്റ്റർ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. അതേപോലെ തന്നെ കമ്മിറ്റിയുടെ ഭാരവാഹിയാണ്, നാട്ടുകാരനാണ്, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിന്റെ പിതാവ് കൂടിയാണ്. നാട്ടുകാരനായ അരിമ്ര മുഹമ്മദ് മാസ്റ്റർ സാഹിബിന് ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ബഹുമാനായ പ്രിൻസിപ്പലിനെ കുറിച്ച് പറയുമ്പോൾ ഈ പരിപാടി ഞങ്ങൾ തുടക്കം കുറിച്ച് ഇന്നിവിടെ അവസാനിപ്പിക്കുന്നത് വരെ നിരന്തരമായി ഞങ്ങളുമായി ബന്ധപ്പെടുകയും ഈ സംഭവം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഞങ്ങൾക്കൊരു ആവേശമായി പ്രവർത്തിക്കുകയും ഞങ്ങളുടെ ടെലിഫോണിലൂടെ നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾക്ക് നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഇത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അത്യാവശ്യത്തോടുകൂടി ഒരുപാട് ഇതിനുവേണ്ടി ത്യാഗം ചെയ്യുന്ന രൂപത്തിൽ തന്നെ ഞങ്ങളുടെ നിർദ്ദേശങ്ങൾ തന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം ഇബ്രാഹിം സാർ ഉണ്ടായിട്ടുണ്ട്. ഇബ്രാഹിം സാറിന്റെ ഒരുപാട് താല്പര്യം ഈ സംഭവം പൂർത്തീകരിക്കുന്നതിന്റെ പിന്നിലുണ്ട് എന്നുള്ള വസ്തുത ഞാനിവരോട് വെളിപ്പെടുത്തുന്നു. ബഹുമാനായ ഇബ്രാഹിം സാർ എന്റെ അധ്യാപകൻ കൂടിയായ കോളേജിന്റെ പ്രിൻസിപ്പലായ ഇബ്രാഹിം സാറിന് ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. മാനേജ്മെന്റ് കമ്മിറ്റിയുടെ അംഗങ്ങളായ നിരവധി ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനായ മഹമ്മൂദ് സാഹിബ്, CH മഹമ്മൂദ് സാഹിബ്, MK ബാബ സാഹിബ്, KC അയ്യൂബ് തുടങ്ങിയ ആളുകൾക്കും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ്, ഞാൻ വിട്ടുപോയതാണ്. ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ് ഇവിടുത്തെ ഈ കോളേജിന്റെ കമ്മിറ്റിയുടെ ഭാരവാഹി കൂടിയായിട്ടുള്ള EK അഹമ്മദ് കുട്ടി സാഹിബ്, അദ്ദേഹത്തിനും ഞാൻ സ്വന്തം പേരിലും സംഘടനയുടെ പേരിലും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ റിയാദ് ചാപ്റ്ററിന്റെ ഭാരവാഹികൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. ബഹുമാനായ മുൻപ് പേര് പറഞ്ഞ ആളുകളൊക്കെ തന്നെ
ആ ആളുകൾക്കൊക്കെ ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഒരാൾക്ക് ഞാൻ സ്വാഗതം എടുത്തു പറയുന്നുണ്ട്. അത് ഞങ്ങളുടെ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ബഹുമാന്യനായ അബ്ദുറഹ്മാനാണ്. അരീക്കോട് സ്വദേശിയായ അബ്ദുറഹ്മാൻ. എനിക്കത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരേ സംഘടനയിൽ പ്രവർത്തിക്കുന്ന പ്രസിഡന്റ് സെക്രട്ടറിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സ്വാഗതം പറയുന്നു എന്നൊരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. പക്ഷേ ഒരു സംഘടന എങ്ങനെയായിരിക്കണം, ഒരു സംഘടനയുടെ പ്രവർത്തനം എങ്ങനെയായിരിക്കണം, ഒരു സംഘടനയുടെ ഭാരവാഹി എങ്ങനെയായിരിക്കണം എന്ന് ഉത്തമ ദൃഷ്ടാന്തമായിക്കൊണ്ട് അബ്ദുറഹ്മാൻ കഴിഞ്ഞ ഒരുപാട് മാസങ്ങളിൽ ഒരുപാട് ത്യാഗം ചെയ്തുകൊണ്ട് പ്രവർത്തിച്ചു കാണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തമമായ പ്രവർത്തനമാണ് ഈ സംരംഭം ഡിസംബറിലുള്ളത് ഇതിനോടകം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് സാധിച്ചത്. ഒരൊറ്റ ഉദാഹരണം മാത്രം പറയാം. 200ഓളം മെമ്പർമാർക്ക് ഒരാൾക്ക് 5 മുതൽ 10 വരെ ടെലിഫോൺ കോളുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ആയിരക്കണക്കിന് ടെലിഫോൺ കോളുകൾ ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ദിവസങ്ങളിൽ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടാണ് ഈ സംരംഭം പൂർത്തിയാക്കുവാൻ ഒരു കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ അബ്ദുറഹ്മാൻ പ്രവർത്തിച്ചിട്ടുള്ളത്. അബ്ദുറഹ്മാൻ തീർച്ചയായും ഞാൻ ഈ ചടങ്ങിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ ഞങ്ങളുടെ മുഴുവൻ ഭാരവാഹികളും സ്വാഗതം ആശംസിക്കുന്നതോടൊപ്പം നാട്ടിലെ ഈ കമ്മിറ്റികളുടെ ഭാരവാഹികളായ അനീഫ മൂന്നിയും അതേപോലെ തന്നെ ജിദ്ദ ചാച്ചറിന്റെ CD കൊളക്കാൾ, ബഹുമാനായ